ഹിന്ദി വിത്ത് രമ്യ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ ചട്പട്ട് ഓർ നട്ട്കട്ട് എന്ന പാഠം നന്നായി മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ് മനസ്സിലാക്കാം. അതിനു മുന്നേ തന്നെ ഇതിൽ തന്നിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസും നന്നായി മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നട്ട്കട്ട് കുച്ച് ജ്യാദാ ഹി നട്ട്കട്ട് ഹേ, ഏസാ ക്യോം കഹാ ഗയാ ഹേ? അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത്, और बड़े को तो छोटे का ध्यान रखना ही पड़ता है, माम के इस कथन से आप क्या समझते हैं? അത് രണ്ടാമത്തേത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. कपड़े सुखाने के लिए दोनों भाइयों ने एक उपाय किया, और क्या क्या उपाय हो सकते हैं? ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് നന്നായി മനസ്സിലാക്കാം. ആൻസർ എന്താണെന്ന് നോക്കാം. നട്ട്കട്ട് ഹേ ഏസാ ക്യോം കഹാ ഗയാ ഹേ? എന്താണ് ക്വസ്റ്റ്യൻ? നട്ട്കട്ടിന് അല്പം കൂടുതൽ കുസൃതിയുണ്ടായിരുന്നു എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് നോക്കാം. ഉത്തരം നോക്കുമ്പോൾ വ്യക്തമാവും. നട്ട്കട്ട് സ്കൂൾ ജാത്തെ സമയ് ബർഗത് കി ജഡോം पर झूलता है, बाग में कूदकर आम या अमरूद तोड़ता है, नाले को इधर उधर छलांग मारता है, तो चटपट भी ठीक समय पर സ്കൂൾ നഹി പഹുഞ്ച് പാത്താ ഹേ. എന്താണ് പറയുന്നത്? നട്ട്കട്ട് സ്കൂളിൽ പോകുന്ന വഴി പേരാലിൻ്റെ വേരിൽ തൂങ്ങി ആടുമായിരുന്നു. തോട്ടത്തിലേക്ക് ചാടിക്കയറി മാങ്ങയോ പേരയ്ക്കയോ പറിക്കുമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ തോടിന് കുറുകെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുമായിരുന്നു. അതിനാൽ ചട്പട്ടിന് കൃത്യസമയത്ത് സ്കൂളിലെത്താൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ചേട്ടനായ ചട്പട്ട് നട്ട്കട്ടിന് വികൃതി കൂടുതലാണെന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓർ ബഡേ കോ തോ ചോട്ടേ കാ ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹേ, മാം കെ ഇസ് കഥൻ സേ ആപ് ക്യാ സമജ്തേ ഹേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അമ്മ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, എന്താണ്? മുതിർന്നവർ ചെറിയ കുട്ടികളെ നന്നായി ശ്രദ്ധിക്കണമെന്ന്. അമ്മ ഇങ്ങനെ പറഞ്ഞതിലൂടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ആൻസർ നോക്കാം. യഹ് സഹി ഹേ, ചോട്ടോം കോ ധ്യാൻ രഖ്ന ബഡോം കാ ഭി ജിമ്മേദാരി ഹേ. അമ്മ പറഞ്ഞ ഇതെങ്ങനെയാണ്? ശരിയാണ്. യഹ് സഹി ഹേ. ചോട്ടോം കോ ധ്യാൻ രഖ്ന ബഡോം കാ ഭി ജിമ്മേദാരി ഹേ. ചെറിയ കുട്ടികളെ നന്നായി ശ്രദ്ധിക്കുന്നത് മുതിർന്നവരുടെ എന്താണെന്നാണ് പറയുന്നത്? ഉത്തരവാദിത്തമാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കപ്പടെ സുഖാനെ കെ ലിയെ ദോനോ ഭായിയോं ने एक उपाय किया, और क्या क्या उपाय हो सकते हैं? എന്താണ്? തുണികൾ ഉണക്കാൻ 2 സഹോദരന്മാരും ഒരു വഴി കണ്ടെത്തി. എന്തൊക്കെയായിരുന്നു അവ? നമുക്ക് ഉത്തരം നോക്കാം. दोनों हाथ पकड़कर साथ साथ दौड़ने का उपाय किया. എന്തായിരുന്നു അവർ ചെയ്ത ഉപായം? എന്തായിരുന്നു? 2 പേരും കൈകൾ കോർത്തു പിടിച്ച് ഒന്നിച്ച് ഓടാനുള്ള ഒരു വഴിയാണ് അവർ കണ്ടെത്തിയത്. മനസ്സിലായോ? ചിനും നന്നായി മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഇനി നമുക്ക് പാഠത്തിലെ ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. കഹാനി കെ പാത്രോं की വിശേഷതയും പഹചാനേം സഹി മിലാൻ കരേം. കഥയിലെ കഥാപാത്രങ്ങളുടെ വിശേഷതകൾ തിരിച്ചറിഞ്ഞ് മാച്ച് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? നട്ട്കട്ടും ചട്പട്ടും. അപ്പോൾ അവരുടെ വിശേഷതകളാണ് ഈ തന്നിരിക്കുന്നതെല്ലാം. അപ്പോൾ നിങ്ങൾ കോ എന്ന പ്രത്യയം ശ്രദ്ധിച്ചോ? ഇത് ചേരുന്നത് ഈ മുകളിലത്തെ 2 എണ്ണത്തിന് മാത്രമേ ബാധകമുള്ളൂ. ബാക്കി താഴോട്ടുള്ള ഒരു വാക്യത്തിനും കോ എന്ന പ്രത്യയം ബാധകമല്ല. നമ്മൾ ഇത് ചേർക്കുമ്പോൾ, അപ്പം ഞാനിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം നമുക്ക് വരച്ച് ചേർക്കുന്നതിനെക്കാട്ടിയും എളുപ്പം നമ്പറിട്ട് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് കൊടുക്കാം. നട്ട്കട്ടിന് നമുക്ക് 1 എന്നും അതുപോലെ തന്നെ ചട്പട്ടിന് നമുക്ക് 2 എന്നും കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വളരെ ഈസി ആകും. ആദ്യത്തെ വിശേഷത നോക്കാം. കാഗസ് കി നാവ് ബനാന ആത്താ ഹേ. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയേ. കാഗസ് കി നാവ് ബനാന ആത്താ ഹേ. പേപ്പർ കൊണ്ട് തോണി ഉണ്ടാക്കാൻ അറിയാമായിരുന്നു. നട്ട്കട്ട് കോ നട്ട്കട്ടിനാണോ ചട്പട്ടിനാണോ? നട്ട്കട്ടിനാണ്. നട്ട്കട്ട് കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹേ. അപ്പോൾ നമ്മൾ അതിന് 1 കൊടുക്കുക. അടുത്തത്, നദി മേം തൈർന ആത്താ ഹേ. അത് ചട്പട്ടാണോ നട്ട്കട്ടാണോ നദിയിൽ നീന്താൻ അറിയാമായിരുന്നത്? നീന്താൻ അറിയാമായിരുന്നത് നമ്മുടെ ചട്പട്ടിനായിരുന്നു. ചട്പട്ട് കോ
നദീമേം തൈർന ആത്താഹേ. അപ്പോൾ ഇത് ആരുടേതാണ്? ചട്പട്ടിൻ്റെതാണ്. അടുത്തത് നോക്കാം. ബാഗ് സേ ആം തോടുത്താഹേ. നമ്മുടെ തോട്ടത്തിൽ നിന്നും മാങ്ങ പൊട്ടിച്ചെടുക്കുന്നത് ആരായിരുന്നു? നമ്മുടെ നട്കട്ട് ആയിരുന്നു. നട്കട്ട് ബാഗ് സേ ആം തോടുത്താഹേ. അപ്പൊ ഇതിന് എന്തെന്ന് കൊടുക്കാം നമുക്ക്? 1. ആരുടെ പ്രത്യേകതയാണത്? നട്കട്ടിന്റെ വിശേഷതയാണ്. അടുത്തത് മാം സേ ശിക്കായത് കർത്താഹേ. അമ്മയോട് ചെന്ന് എപ്പോഴും പരാതി പറയുന്നത് ആരായിരുന്നു? നമ്മുടെ ചട്പട്ടായിരുന്നു. അപ്പൊ ചട്പട്ട് മാം സേ ശിക്കായത് കർത്താഹേ. അപ്പം അതിന് നമ്മൾ എന്ത് കൊടുക്കണം? 2. അത് ആരുടെ വിശേഷതയാണ്? നമ്മുടെ ചട്പട്ടിൻ്റെത്. ബർഗത് കി ജഡേം പകഡ്കർ ചൂലാ ചൂൽത്താഹേ. നമ്മുടെ ആൽമരത്തിന്റെ വേരുകളിൽ പിടിച്ച് ഊഞ്ഞാലാടുന്നത് ആരായിരുന്നു? നമ്മുടെ നട്കട്ടായിരുന്നു. നട്കട്ട് ബർഗത് കി ജഡേം പകഡ്കർ ചൂലാ ചൂൽത്താഹേ. അപ്പൊ 1 കൊടുക്കുക. അടുത്തത് ചോട്ടേക്ക ഹാത്ത് പകഡ്കർ ദൗഡാത്താഹേ. ഇളയവന്റെ ചെറുതിന്റെ കയ്യും പിടിച്ച് ഓടിപ്പിക്കുന്നത് ആരായിരുന്നു? നമ്മുടെ ചട്പട്ടായിരുന്നു. ചട്പട്ട് ചോട്ടേക്ക ഹാത്ത് പകഡ്കർ ദൗഡാത്താഹേ. അപ്പൊ അതിന് നമ്മൾ എന്തെന്ന് കൊടുക്കണം? 2 എന്ന് കൊടുക്കണം. അപ്പൊ മനസ്സിലായോ? ഇതല്ലേ സിമ്പിൾ. ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കഴിയും. कहानी से शब्द जोड़े चुनिए, अपने वाक्य में प्रयोग करें. जैसे भाई और मैं साथ साथ पढ़ते और साथ साथ ही खेलते. എന്താണ് പറയുന്നത്? കഥയിൽ നിന്നും ശബ്ദജോഡികൾ എഴുതുക, വാക്യത്തിൽ പ്രയോഗിക്കുക. അപ്പോൾ നമ്മൾ ഈ പഠിച്ച ചട്പട്ട് ഓർ നട്പട്ട് എന്ന കഥയിലെ ശബ്ദജോഡികൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? വാക്യത്തിൽ പ്രയോഗിക്കണം. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫായി ഓർ മെയിം സാത്ത് സാത്ത് പഠത്തെ ഓർ സാത്ത് സാത്ത് ഹി ഹേൽത്തെ. അപ്പോൾ ഇതുപോലുള്ള പദജോഡികൾ നമ്മൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് നമ്മൾ ഓരോ പുതിയ വാക്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് നോക്കണം. അത്രേ ഉള്ളൂ. ആദ്യത്തേത് തേസ് തേസ്. അത് വെച്ചുള്ള വാക്യം വഹ് തേസ് തേസ് ചൽത്താ ഹേ. അവൻ വേഗത്തിൽ നടക്കുന്നു. അടുത്തത് ധീരെ ധീരെ. അത് വെച്ചുള്ള വാക്യം നമുക്ക് നോക്കാം. കച്ചുവ ധീരെ ധീരെ ചൽത്താ ഹേ. ആമ പതുക്കെ നടക്കുന്നു. അടുത്തത് ബാർ ബാർ. അത് വെച്ചുള്ള വാക്യം നമുക്ക് നോക്കാം. വഹ് ബാർ ബാർ ആത്താ ഹേ. എന്താണ്? അവൻ വീണ്ടും വീണ്ടും വരുന്നു. അടുത്തത് ഏക് ഏക്. ബച്ചേ ഏക് ഏക് കർക്കെ കക്ഷാമേം ആയേ. കുട്ടികൾ ഓരോരുത്തരായി ക്ലാസ്സിലേക്ക് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചട്പട്ട് കോ തൈർന ആത്താ ഹേ, നട്കട്ട് കോ നാവ് ബനാന ആത്താ ഹേ. ലിഖേ. ആപ്കോ ക്യാ ക്യാ ആത്താ ഹേ? ജയ്സെ മുझे സൈക്കിൾ ചലാന ആത്താ ഹേ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ചട്പട്ടിന് നീന്താൻ അറിയാം, നട്കട്ടിന് വെള്ളം ഉണ്ടാക്കാനും അറിയാം. എഴുതൂ. ആപ്കോ ക്യാ ക്യാ ആത്താ ഹേ? നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഉദാഹരണമായി തന്നിരിക്കുന്നത് എന്താണ്? മുझे സൈക്കിൾ ചലാന ആത്താ ഹേ. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മുझे ലിഖന ആത്താ ഹേ. എനിക്ക് എഴുതാൻ അറിയാം. അടുത്ത നോക്കാം. മുझे ഗാന ആത്താ ഹേ. എനിക്ക് പാടാൻ അറിയാം. മുझे പേട് പർ ചടന ആത്താ ഹേ. എനിക്ക് മരത്തിൽ കയറാൻ അറിയാം. മുझे ചിത്ര ബനാന ആത്താ ഹേ. എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയാം. മുझे ഖേൽന ആത്താ ഹേ. എനിക്ക് കളിക്കാൻ അറിയാം. മുझे നാച്ചന ആത്താ ഹേ. എനിക്ക് നൃത്തം ചെയ്യാൻ അറിയാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖേം. ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പം നമുക്ക് ഓരോ വാക്യങ്ങളായിട്ട് നോക്കാം. സഹി എന്നാൽ ഹിന്ദിയിൽ പറയുന്നത് എന്താണ്? സഹി എന്നാൽ എന്താണ് അർത്ഥം? ശരി എന്നാണ് അർത്ഥം. അപ്പോൾ തെറ്റിനെ നമ്മൾ എന്തെന്നാണ് ഹിന്ദിയിൽ പറയുന്നത്? ഗലത്ത്. അപ്പം ഗലത്തും സഹിയും ഇത് രണ്ടും നോക്കാം. നമുക്ക് എഴുതി നോക്കാം. സഹി എങ്ങനെയാണ് എഴുതുന്നത്? സഹി. അടുത്ത ഗലത്ത്. ഗലത്ത് എന്നാൽ തെറ്റ് എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇനി നമുക്ക് ടിക്ക് മാർക്കും ഇൻറ്റു മാർക്കും ഇട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാതെ മൊത്തം എഴുതിയാൽ
ഇവിടെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. ദോനോ ഭായി അപ്നെ ഗാവ് കെ സ്കൂൾ മേം പഠിത്തേ ഹേം. രണ്ട് സഹോദരന്മാരും അവരുടെ ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? ഇത് തെറ്റാണ്. അവർ അങ്ങ് ദൂരെയുള്ള ഉള്ള ഒരു ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. അടുത്തത് നട്കട്ട് കോ ഗിഠി പൈരാന ആത്താ ഹേ. നട്കട്ടിന് എന്താണ്, കല്ല് വെള്ളത്തിലേക്ക് അറിയാമായിരുന്നു. ഇത് സഹിയാണോ ഗലത്താണോ? സഹിയാണ്. ഓക്കെ, ശരിയാണ്. അപ്പോൾ നമുക്ക് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് നട്കട്ട് ഹമേശ രോത്തെ ഹുയെ സ്കൂൾ ആത്താ ഹേ. എന്താണ്, നട്കട്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ പോയിരുന്നത്. അങ്ങനെ ഒരു വാക്യം നമ്മളിതിൽ കേട്ടിട്ടുണ്ടോ? നട്കട്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ പോയിരുന്നത്? ഇല്ല. അപ്പോൾ ഈ വാക്യം എന്താണ്? തെറ്റാണ്. നെക്സ്റ്റ് വാക്യം നോക്കാം. ബെഡാ ഭായി പാഞ്ചവീം കക്ഷാമേ പഠിത്താ ഹേ. എന്താണ്, വലിയ സഹോദരൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ? അപ്പോൾ ശരിയാണ്. നമ്മുടെ ചട്പട്ട് 5ാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. അയാളായിരുന്നു മൂത്ത സഹോദരൻ. അപ്പം അത് സഹിയാണ്, ശരിയാണ്. നെക്സ്റ്റ് चटपट को स्कूल के रास्ते में कई बार छोटे का इंतज़ार करना पड़ता है. എന്താണ്, ചട്പട്ടിന് സ്കൂളിലെ വഴിയിൽ പല തവണയായി ഈ അനിയനെ കാത്തു നിൽക്കേണ്ടതായിട്ട് വരുമായിരുന്നു. അപ്പോൾ ഇത് ശരിയല്ലേ? അപ്പോൾ അത് സഹി. മനസ്സിലായോ? ഇനി നമുക്ക് ഈ സഹി ഉള്ള വാക്യങ്ങൾ മാത്രം നമുക്ക് തിരഞ്ഞെടുത്ത് പറയാം. ഏതൊക്കെയാണ്? നട്കട്ട് കോ ഗിട്ടി പൈരാന ആത്താ ഹേ. അത് ശരിയാണ്. പിന്നെ ഏതാണ്? ബെഡാ ഭായി പാഞ്ചവീം കക്ഷാമേ പഠിത്താ ഹേ. അതും ശരിയാണ്. നെക്സ്റ്റ് അവസാനത്തെ വാക്യം നോക്കിയേ. ചട്പട്ട് കോ സ്കൂൾ കെ രാസ്തേ മേം കൈ ബാർ ചോട്ടേ കാ ഇന്തസാർ കർനാ പഡ്താ ഹേ. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ആകെ 3 ഇതിൽ ശരിയായിട്ടുണ്ട്. ഓക്കെ. അടുത്തത് എന്താ? അനുഭവ് ബാണ്ടേ. ചട്പട്ട് ഓർ നട്കട്ട് एक दूसरे को नाव बनाना और नदी में तैरना सिखाने का वादा करते हैं. इसी प्रकार का आपका कोई അനുഭവ് ബാണ്ടേ. അനുഭവ് ബാണ്ടേം എന്നാൽ എന്താണ്? അനുഭവം എഴുതാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ്? ചട്പട്ടും നട്പട്ടും പരസ്പരം തോണി ഉണ്ടാക്കാനും പുഴയിൽ നീന്താനും പഠിപ്പിച്ചു കൊടുക്കാമെന്ന് വാക്ക് നൽകുന്നു. ഇതുപോലുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു അനുഭവം പങ്കുവയ്ക്കാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ. 5वीं कक्षा में पढ़ते समय मुझे गणित के सवाल का हल करना मुश्किल लगता था. एक दिन मेरे दोस्त विमल ने कहा कि वह मुझे गणित सिखाएगा. इसके बदले मैंने उसे हिंदी की कविताएं याद करने में मदद की. इस तरह हमने एक दूसरे की मदद की. 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കണക്കിലെ ചോദ്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉത്തരം കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. ഒരു ദിവസം എൻ്റെ കൂട്ടുകാരൻ വിമൽ എന്നോട് പറഞ്ഞു അവൻ എന്നെ കണക്ക് പഠിപ്പിക്കാമെന്ന്. ഇതിനു പകരമായി ഞാൻ അവനെ ഹിന്ദിയിലെ കവിതകൾ പഠിപ്പിച്ചെടുക്കാൻ സഹായിച്ചു. ഇതുപോലെ ഞങ്ങൾ പരസ്പരം സഹായിച്ചു. പോസ്റ്റർ തയ്യാർ കരേം. എന്താണ് പറയുന്നത്? പോസ്റ്റർ തയ്യാറാക്കാം. चटपट ने नदी में कूदकर नटखट की जान बचाई. मान ले इस पर स्कूल में बधाई समारोह हो रहा है. इसके लिए പോസ്റ്റർ തയ്യാർ കരേം. എന്താണ്? ചട്പട്ട് നദിയിലേക്ക് എടുത്തു ചാടി നട്കട്ടിൻ്റെ ജീവൻ രക്ഷിച്ചു. സ്കൂളിൽ അഭിനന്ദന ചടങ്ങ് നടത്താൻ തീരുമാനിച്ചു. ഇതിനു വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് നോക്കാം. പോസ്റ്റർ തയ്യാറാക്കാൻ എല്ലാ പരീക്ഷകൾക്കും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റർ നമുക്ക് ബുക്കിൽ നന്നായി വരച്ച് ബോർഡറൊക്കെ നന്നായി വരച്ച് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് ഈ പോസ്റ്റർ എങ്ങനെയാണെന്ന് നോക്കാം. ബധായി സമാരോഹ്.
അഭിനന്ദന ചടങ്ങ് അല്ലെങ്കിൽ ആശംസാ ചടങ്ങ്. ചട്പട്ട് കി ബഹദുരി കോ സലാം. ചട്പട്ടിൻ്റെ ധീരതയ്ക്കുള്ള സല്യൂട്ട്. हमारे साहसी छात्र चटपट ने अपनी जान की परवाह न करते हुए अपने छोटे भाई नटखट को नदी में डूबने से बचाया. എന്താണ് നമ്മുടെ സാഹസികനായ വിദ്യാർത്ഥി ചട്പട്ട് സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ തൻ്റെ ചെറിയ സഹോദരൻ നട്കട്ടിനെ നദിയിൽ മുങ്ങിപ്പോകുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തി. इस अदम्य साहस के सम्मान में आप सभी सादर आमंत्रित हैं. ഈ വലിയ ധീരതയെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് നിങ്ങളെ എല്ലാം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കേണ്ട 3 കാര്യങ്ങളും കൂടിയുണ്ട്. ദിനാങ്കം എന്നാൽ തീയതി, അതുപോലെ തന്നെ സമയ് എന്നാൽ സമയം, സ്ഥാൻ എന്നാൽ സ്ഥലം. അപ്പോൾ ഇതിൽ നമ്മൾ വെച്ചേക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട ഒരു ഡേറ്റാണ്. നിങ്ങൾക്ക് ഏത് ഡേറ്റ് വേണമോ വെക്കാം. അപ്പോൾ ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത് 28 ജൂൺ 2025 ആണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സുബഹ് 10 ബജെ സുബഹ് 10 ബജെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. സമയം രാവിലെ 10 മണിയാണ് വെച്ചിരിക്കുന്നത്. സ്ഥലം വിദ്യാലയ സഭാഗർ എന്നാൽ എന്താണ് സ്കൂൾ ഓഡിറ്റോറിയം. ഇത്ര ഒരു ഔട്ട്ലൈൻ ഉണ്ടെങ്കിൽ മാത്രം തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. ഏത് വിഷയമാണോ തന്നിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ഒരു പോസ്റ്റർ തയ്യാറാക്കിയെടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചർച്ചാ കരേൻ എന്താണ് പറയുന്നത്? മാൻ ലേം ആപ്കോ തൈർന നഹീം ആത്ത നട്കട്ട് കി ജാൻ ബച്ചാനെ കെ ലിയെ ആപ്പ് ക്യാ കർത്തേ. എന്താണ് പറയുന്നത്? ശ്രദ്ധിക്കൂ, നിങ്ങൾക്ക് നീന്താൻ അറിയില്ല എന്ന് കരുതുക. എന്നാൽ നട്കട്ടിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? അതിനുള്ളൊരു കറക്റ്റ് ആൻസർ നമ്മൾ കണ്ടെത്തണം. ഓക്കെ. जोर से चिल्लाकर लोगों को बुलाऊंगा, उसे बचाने के लिए उनसे प्रार्थना करूंगा. ഉറക്കെ നിലവിളിച്ച് ആളുകളെയൊക്കെ വിളിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യും? അവനെ രക്ഷിക്കാനായിട്ട് പ്രാർത്ഥിക്കും. സമച്ചേം ലിഖേം മനസ്സിലാക്കൂ, എഴുതൂ. നമൂനെ ദേഖേം രേഖാങ്കിത് അംശ് പർ ധ്യാൻ ദേം അർദ്ധഭേദ് സമച്ചേം. മാതൃക നോക്കി അടിവരയിട്ട പദങ്ങൾ ശ്രദ്ധിക്കാം. അപ്പം നമുക്ക് ഓരോന്നായി നോക്കാം. ചട്പട്ട് ദൗഡ് ലഗാത്ത ഹേ. ചട്പട്ട് ദൗഡ് ലഗാ രഹാ ഹേ. നമുക്കിത് രണ്ട് നോക്കിയാൽ നമുക്കൊരു കാര്യം പിടികിട്ടും. ഒന്നാമത്തേതെന്ന് പറയുന്നത് സാമാന്യ വർത്തമാനകാലത്തിലെ സെൻറ്റൻസുകളും അതുപോലെ തന്നെ രണ്ടാമത്തെ കോളത്തിൽ കിടക്കുന്നത് താൽക്കാലിക വർത്തമാനകാലത്തിലെ സെൻറ്റൻസുമാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാനില്ലെങ്കിൽ പോലും നമുക്ക് ഈ കാലങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സാമാന്യ വർത്തമാനകാലത്തിൽ എന്താണ് പറയുന്നത്? നോക്കാം. ചട്പട്ട് ദൗഡ് ലഗാത്ത ഹേ. താ ഹേ അല്ലെങ്കിൽ തേ ഹൈം, തീ ഹേ അല്ലെങ്കിൽ തീ ഹൈം, ഇതൊക്കെ ചേരുന്നതാണ് എന്ത്? നമ്മൾ സിമ്പിളായിട്ട് അങ്ങനെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതാണ് എന്ത്? സാമാന്യ വർത്തമാനകാലം. പക്ഷേ താൽക്കാലിക വർത്തമാനമാകുമ്പോൾ നോക്കിയേ, രഹാ ഹേ, രഹേ ഹൈം, രഹി ഹേ, രഹി ഹൈം. ഇത് പുല്ലിംഗവും സ്ത്രീലിംഗവും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സ്ത്രീലിംഗത്തിൽ രഹി ഹയെ, രഹി ഹൈം എന്നും പുല്ലിംഗത്തിൽ രഹാ ഹേ, രഹേ ഹൈം എന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വളരെ സിമ്പിളാണ്. ഇത് ഒന്ന് ഓർമ്മിച്ചാൽ സാമാന്യ വർത്തമാനകാലവും താത്കാലിക വർത്തമാനകാലം എന്ന് ഓർമ്മിച്ചാൽ മതി. ഒന്ന് ഈ നമ്മുടെ താൽക്കാലിക വർത്തമാനം എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സാമാന്യ വർത്തമാനകാലം എന്ന് വെച്ചാൽ നമ്മളിപ്പം നടക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ചട്പട്ട് ദൗഡ് ലഗാത്ത ഹേ. ചട്പട്ട് ദൗഡ് ലഗാത്ത ഹേ എന്ന് പറഞ്ഞാൽ ചട്പട്ട് ഓടുന്നു എന്ന് വെച്ചാൽ വളരെ സിമ്പിളായതാണ്. പക്ഷേ ചട്പട്ട് ദൗഡ് ലഗാ രഹാ ഹേ. നോക്കിയേ, ചട്പട്ട് ദൗഡ് ലഗാ രഹാ ഹേ. ചട്പട്ട് ദൗഡ് ലഗാ രഹാ ഹേ എന്നാൽ എന്താണ്? ചട്പട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓടിക്കൊണ്ടിരിക്കുന്നു. മറ്റത് ഓടുന്നു, ഇത് ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് നോക്കാം. ചട്പട്ട് ഓർ നട്കട്ട് ദൗഡ് ലഗാത്തെ ഹൈം. എന്താണ്? ചട്പട്ടും അതുപോലെ തന്നെ നട്കട്ടും കൂടി ഓടുന്നു. അവർ ചട്പട്ടും നട്കട്ടും ഓടുന്നു.
എന്നാൽ അത് ഈ നമ്മുടെ താൽക്കാലിക വർത്തമാനകാലത്തിൽ വരുമ്പോൾ എങ്ങനെയാവും നോക്കിയേ. ചട്പട്ട് ഔർ നട്കട്ട് ദൗഡ് ലഗാ രഹേ ഹൈം. എന്താണ് ചട്പട്ടും നട്കട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ചട്പട്ട് ഓർ നട്കട്ട് ദൗഡ് ലഗാ രഹേ ഹൈം. ചട്പട്ടും നട്കട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് നോക്കാം. മച്ചിലി തൈർത്തി ഹേ. എന്താണ് മച്ചലി? നമ്മുടെ മീൻ നീന്തുന്നു. അപ്പോൾ അതിൻ്റെ താൽക്കാലിക വർത്തമാനകാലം എന്താവും? മച്ചലി തൈർ രഹി ഹേ. എന്താണ് മീനുകൾ നീന്തിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? മീനുകൾ നീന്തിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം. നദിയാം ബഹത്തി ഹൈം. നദികൾ ഒഴുകുന്നു. നദികൾ ഒഴുകുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ഇത് താൽക്കാലിക വർത്തമാനകാലത്തിലാകുമ്പോൾ നദിയാം ബഹ് രഹി ഹൈം. മനസ്സിലായോ? നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ നദികൾ എന്ന് പറയുന്നത് സ്ത്രീലിംഗമായതുകൊണ്ട് നോക്കിയേ ബഹത്തി ഹൈം. ഇവിടെ നോക്കൂ ബഹ് രഹി ഹൈം. അതുപോലെ തന്നെ മച്ചലി എന്ന് പറയുന്നത് സ്ത്രീലിംഗമായുണ്ട് തൈർത്തി ഹേ തൈർ രഹി ഹേ. അതുപോലെ തന്നെ ചട്പട്ടും നട്കട്ടും പുല്ലിംഗമായതുകൊണ്ട് ലഗാത്തേ ഹൈം. നോക്കൂ ലഗാ രഹേ ഹൈം. അതുപോലെ തന്നെ ചട്പട്ട് പുല്ലിംഗ ഏകവചനമായതുകൊണ്ട് ലഗാത്താ ഹേ. അതുപോലെ തന്നെ ചട്പട്ട് ദൗഡ് ലഗ രഹാ ഹേ. മനസ്സിലായോ? അത് പുല്ലിംഗം അത് തന്നെ പുല്ലിംഗം ഏകവചനമായതുകൊണ്ട്. ഇത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ടേബിൾ ഉപകാരപ്പെടും. നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽക്കർ ലിഖേം. എന്താണ് തന്നിട്ടുള്ള മാതൃക അനുസരിച്ച് വാക്യം മാറ്റി എഴുതണം. അപ്പോൾ ഇതിലും തന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചത് കണക്ക് തന്നെ സാമാന്യ വർത്തമാനകാലിലെയും അതുപോലെ തന്നെ താൽക്കാലിക വർത്തമാനകാലിലെയും സെൻറ്റൻസുകളാണ് ഈ ഡാഷ് ഇട്ടും ഇടാതെയും തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡാഷ് ഇട്ട സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ പൂരിപ്പിക്കുക തന്നെ വേണം. അപ്പം നമുക്ക് നോക്കാം. നട്കട്ട് രോത്താ ഹേ. അപ്പോൾ നട്കട്ട് കരയുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ താൽക്കാലിക വർത്തമാനകാലമാണെന്ന് നമ്മൾ ഇപ്പുറത്തോട്ട് എഴുതണം. അതുപോലെ തന്നെ ഓരോ സെൻറ്റൻസിൻ്റെയും നമുക്കിങ്ങനെ എഴുതണം. അപ്പോൾ ഇവിടെ എഴുതുന്നതിനെക്കാട്ടിയും ഞാൻ നല്ലൊരു കോളം വരച്ച് നിങ്ങൾക്ക് വൃത്തിയായിട്ട് പറഞ്ഞുതരാം. നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ് ഇതും. അപ്പം നമുക്ക് നോക്കാം. നട്കട്ട് രോത്താ ഹേ. നട്കട്ട് രോത്താ ഹേ. നട്കട്ട് രോത്താ ഹേ എന്നാൽ എന്താണ്? നട്കട്ട് കരയുന്നു. അത് സാമാന്യ വർത്തമാനകാലത്തിലുള്ള വാക്യമാണ്. അതുപോലെ തന്നെ ഇതൊന്ന് ശ്രദ്ധിക്കൂ. നട്കട്ട് രോ രഹാ ഹേ എന്നാൽ എന്താണ്? നട്കട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ അതുപോലെ എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയാണിത്. ഒന്ന് വളരെ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും അത് മനസ്സിലാകും. അടുത്തത് നോക്കിയേ. ചട്പട്ട് ഓർ നട്കട്ട് സ്കൂൾ സേ ആത്തേ ഹേ. എന്താണ് ചട്പട്ടും നട്കട്ടും സ്കൂളിൽ നിന്നും വരുന്നു. അതുപോലെ തന്നെ അടുത്ത വാക്യം ശ്രദ്ധിക്കൂ. ചട്പട്ട് ഓർ നട്കട്ട് സ്കൂൾ സേ ആ രഹേ ഹൈം. ചട്പട്ട് ഓർ നട്കട്ട് സ്കൂൾ സേ ആ രഹേ ഹൈം. എന്താണ് അതിൻ്റെ അർത്ഥം? ചട്പട്ടും നട്കട്ടും സ്കൂളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് നോക്കിയേ. നാവ് ചൽത്തി ഹേ. നാവ് ചൽത്തി ഹേ സാമാന്യ വർത്തമാനകാലത്തിലാണത്. അപ്പോൾ നോക്കൂ. വഞ്ചി ചലിക്കുന്നു. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? വഞ്ചി ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെ പറയാം? നാവ് ചൽ രഹി ഹേ. വഞ്ചി ചലിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തത് നോക്കിയേ. സർദിയാം ശുരു ഹോത്തി ഹൈം. എന്താണ്? നമ്മുടെ തണുപ്പുകാലം ആരംഭിക്കുന്നു. മനസ്സിലായോ ഇത്? അടുത്തത് നോക്കിയേ. സർദിയാം ശുരു ഹോ രഹി ഹൈം. അത് താൽക്കാലിക വർത്തമാനകാലത്തിലുള്ളതാണ്. തണുപ്പുകാലം ആരംഭിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂസ് ടെൻസ് ആണ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. എഴുതൂ. मान लें नटखट ने घर पहुंचकर रास्ते की सारी घटनाएं माम को बता दी. दोनों के बीच की बातचीत लिखें. മാൻ ലേ എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കുക. എന്താണ്? വീട്ടിലെത്തി വഴിയിൽ നടന്ന എല്ലാ സംഭവങ്ങളും അമ്മയോട് ആര് പറഞ്ഞു? നമ്മുടെ നട്കട്ട് വന്ന് പറഞ്ഞു. എങ്കിൽ എന്താണ്? അവർ ഇരുവരും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് എഴുതണം. മാം നട്കട്ട് ആജ് ഘർ ആനെ ഇത്നി ദേർ ക്യോം ഹുയി. അമ്മ ചോദിക്കുകയാണ്. എന്താണ്? നട്കട്ട് ഇന്ന് വീട്ടിൽ വരാൻ ഇത്രയും വൈകിയത് എന്താണ്? അപ്പോൾ നട്കട്ട് മറുപടി പറയുകയാണ്. മാം രാസ്തേ മേം
ഏക്ക് ഘടന ഹോ ഗയി. ആ അമ്മേ വഴിയിൽ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, മാം ക്യാ ഹുവാ ബേട്ടാ, എന്ത് സംഭവിച്ചു മകനെ? അപ്പോൾ നട്ട്കട്ട്, മേം നദി മേം കാഗസ് കി നാവ് ചലാ രഹാ താ. ഞാൻ പുഴയിലെ കടലാസ് തോണി ഒഴുക്കുകയായിരുന്നു. അപ്പോൾ അമ്മ പറയുകയാണ്, മാം ഫിർ ക്യാ ഹുവാ, എന്നിട്ട് എന്തു പറ്റി? അപ്പോൾ നട്ട്കട്ട്, അചാനക് മേരാ പൈർ ഫിസൽ ഗയാ ഓർ മേം പാനി മേം ഗിർ പടാ. എന്താണ്, പെട്ടെന്ന് എൻ്റെ കാൽ വഴുതി ഞാൻ വെള്ളത്തിൽ ചെന്ന് വീണു. അപ്പോൾ അമ്മ പറയുകയാണ്, മാം പറയുകയാണ്, അരേ ഫിർ തുമേം കിസ്നെ നികാല. അയ്യോ, എന്നിട്ട് നിന്നെ ആരാ പുറത്തെടുത്തത്? അപ്പോൾ നമ്മുടെ നട്ട്കട്ട് പറയുകയാണ്, ചട്പട്ട് ने तुरंत मेरा हाथ पकड़ा और मुझे बाहर निकाल लिया. എന്താണ്, ചട്പട്ട് ഉടൻ തന്നെ എൻ്റെ കൈ പിടിച്ച് എന്നെ പുറത്തെടുത്തു. അപ്പോൾ അമ്മ പറയുകയാണ്, മാം അച്ഛാ ഹുവ, ആകെ സേ ധ്യാൻ രഖ്ന. നന്നായി, ഇനി മുതൽ സൂക്ഷിക്കണം. അപ്പോൾ ഇതൊരു ചെറിയ ബാത്ചീത്താണ്. നന്നായി പഠിക്കുക. നിങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു ഭാഗമാണിത്. നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.